ഒരു കൂട്ടലുകളോ കുറയ്ക്കലുകളോ ഇല്ലാതെ വളരെ കൃത്യതയോടെ ചുരുക്കി ഒരു കഥ കേൾക്കുന്നത് പോലെ നമുക്ക് പറഞ്ഞു പോകാം. മരണക്കെണിയായി മാറിയ ഡേറ്റിംഗ്, സിനിമയെ വെല്ലുന്ന കേതൻ കൊലപാതകത്തിൻ്റെ ഞെട്ടിക്കുന്ന കഥ. മഹാരാഷ്ട്രയിലെ സഹ്യാദ്രി മലനിരകളിൽ സമുദ്രനിരപ്പിൽ നിന്നും 1000 മീറ്റർ ഉയരത്തിൽ തല ഉയർത്തി നിൽക്കുന്ന മനോഹരമായൊരു കോട്ടയുണ്ട്, ലോഹാഗഡ് കോട്ട. പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ട്രക്കിങ്ങിനുമായി 100 കണക്കിന് ആളുകൾ എത്തുന്ന ഒരിടം. പക്ഷേ ആ മലനിരകളുടെ മനോഹാരിതയ്ക്ക് പിന്നിൽ ഭയപ്പെടുത്തുന്ന ഒരു മരണക്കയമുണ്ടെന്ന് ആരും ഓർത്തുപോലുമില്ല. 2026 ജൂൺ 18-ാം തീയതി, സമയം ഏതാണ്ട് രാവിലെ 10:30. കോട്ടയുടെ മുകളിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ ആർത്തനാദം കേട്ടാണ് അവിടെയുള്ളവർ ഓടിക്കൂടിയത്. തന്റെ പ്രതിശ്രുത വരൻ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതിനിടയിൽ കാൽ വഴുതി 400 അടി താഴെയുള്ള അഗാധമായ കൊക്കയിലേക്ക് വീണുപോയി എന്ന് പറഞ്ഞ് കരയുകയായിരുന്നു സിയ ഗോയൽ എന്ന 20-കാരി. വീണത് പൂനെയിലെ പ്രമുഖ കോടീശ്വരനും റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പ് ഡയറക്ടറുമായ കേതൻ അഗർവാൾ ആയിരുന്നു. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ വനത്തിൽ നിന്ന് കേതന്റെ ജീവനറ്റ ശരീരം കണ്ടെടുത്തു. വരുന്ന നവംബറിൽ ഉദയപൂർ കൊട്ടാരത്തിൽ വെച്ച് 17 കോടി രൂപ ചിലവിൽ നടക്കാനിരുന്ന മഹാവിവാഹത്തിന്റെ ഒരുക്കങ്ങൾക്കിടയിലാണ് ഈ വൻ ദുരന്തം. ഇൻസ്റ്റഗ്രാം നിറയെ തങ്ങളുടെ പ്രണയ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്ന സിയയുടെ ദുഃഖത്തിൽ എല്ലാവരും പങ്കുചേർന്നു. ഒറ്റ നോട്ടത്തിൽ അതൊരു ദാരുണമായ അപകട മരണം മാത്രമായിരുന്നു. ആരും സംശയിക്കാതിരുന്ന ആ ദുരന്തത്തിന് പിന്നിൽ ഒരു കറുത്ത തിരക്കഥയുണ്ടെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് കേതന്റെ സഹോദരിയായിരുന്നു. കേതന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം സിയ അവരെ കാണാൻ വീട്ടിലെത്തിയപ്പോൾ സഹോദരിയുടെ മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങൾ ചോദിച്ചു. വെറും 20 ദിവസത്തിനിടയിൽ നീ എന്തിനാണ് കേതനെ നിർബന്ധിച്ച് ഒരേ കോട്ടയിലേക്ക് 3 തവണ ട്രക്കിങ്ങിന് കൊണ്ടുപോയത്? ഈ ചോദ്യത്തിനു മുന്നിൽ സിയയുടെ മുഖമൊന്ന് പതറി. മറുപടികൾ പരസ്പര വിരുദ്ധമായി. ഇതോടെ സംശയം ഇരട്ടിച്ച സഹോദരി വിവരം അച്ഛൻ വിശാൽ അഗർവാളിനോട് പറഞ്ഞു. അപ്പോഴാണ് അച്ഛൻ മറ്റൊരു പ്രധാന കാര്യം ഓർക്കുന്നത്. യഥാർത്ഥത്തിൽ കേതനും സിയയും പ്രീ വെഡിംഗ് ഷൂട്ടിങ്ങിനായി ഇന്തോനേഷ്യയിലെ ബാലിയിലേക്ക് പോകേണ്ടതായിരുന്നു. എന്നാൽ എയർപോർട്ടിൽ വെച്ച് കേതന്റെ പാസ്പോർട്ട് നിഗൂഢമായി കാണാതായി. യാത്ര മുടങ്ങിയതോടെ സിയ തന്നെയാണ് തന്റെ ജന്മദിനം ആഘോഷിക്കാൻ ഗുവാഹട്ടിയിലേക്ക് പോകാമെന്ന് നിർബന്ധം പിടിച്ചത്. കാര്യങ്ങൾ അത്ര ശുഭകരമല്ലെന്ന് തോന്നിയ കുടുംബം പൂനെ റൂറൽ ജില്ലാ പോലീസ് മേധാവിയെ സമീപിച്ച് തങ്ങളുടെ സംശയങ്ങൾ പങ്കുവച്ചു. പോലീസ് സിയയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാൻ തുടങ്ങി. ആദ്യം ഫോട്ടോ എടുക്കുമ്പോൾ വീണു എന്ന് പറഞ്ഞവൾ പിന്നീട് വെള്ളം കുപ്പി തരുമ്പോൾ വീണു എന്ന് മാറ്റി പറഞ്ഞു. സിയയുടെ ഫോൺ രേഖകൾ പരിശോധിച്ച് സൈബർ സെല്ലിനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വിവരം പുറത്തു വന്നു. കഴിഞ്ഞ 5 മാസത്തിനിടയിൽ സിയ കേതനെയല്ല, മറിച്ച് ചേതൻ ചൗധരി എന്ന മറ്റൊരു യുവാവിനെയാണ് 2000-ലധികം തവണ വിളിച്ചിരിക്കുന്നത്. പല കോളുകളും മണിക്കൂറുകൾ നീണ്ടതായിരുന്നു. സിയയുടെ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ അവൾ ഇന്റർനെറ്റിൽ പലതരം കൊലപാതക രീതികളെക്കുറിച്ച് തിരഞ്ഞതായും കണ്ടെത്തി. ട്വിസ്റ്റ് അവിടെയും തീർന്നില്ല. സംഭവദേശത്തെ കോട്ടയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ കടുത്ത ചൂടുള്ള ജൂൺ മാസത്തിലും ശരീരം മുഴുവൻ മൂടുന്ന ഒരു ഹുഡി ധരിച്ച് കേതനെയും സിയയെയും ഒരു യുവാവ് രഹസ്യമായി പിന്തുടരുന്നതായി കണ്ടെത്തി. അത് മറ്റാരുമായിരുന്നില്ല, സിയയുടെ രഹസ്യ കാമുകനായ ചേതൻ ചൗധരിയായിരുന്നു. ഇന്ത്യയിലെ കുറ്റാന്വേഷണ ചരിത്രത്തെ പോലും നടുക്കിയ ആ കൊടും ക്രൂരതയുടെ സത്യം അവൾ തുറന്നു പറഞ്ഞു. കോടീശ്വരനായ കേതനുമായുള്ള വിവാഹം ഉറപ്പിച്ചപ്പോൾ ചേതനുമായി 3 വർഷമായി അവൾ പ്രണയത്തിലായിരുന്നു. ഒളിച്ചോടിയിൽ കുടുംബത്തിന് നാണക്കേടാകുമെന്ന് കരുതി കേതനെ കൊന്ന് അതൊരു അപകടമാക്കി തീർക്കാൻ കാമുകനുമായി ചേർന്ന് അവൾ 5 മാസത്തോളം ഗൂഢാലോചന നടത്തി. ബാലിയിലേക്ക് പോയാൽ കേതനെ വകവരുത്താൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ സിയ എയർപോർട്ടിലേക്കുള്ള യാത്രാമധ്യേ ഒരു കോഫി ഷോപ്പിൽ വെച്ച് കേതന്റെ പാസ്പോർട്ട് രഹസ്യമായി മോഷ്ടിച്ച് കീറി ചവറ്റുകൊട്ടയിൽ തള്ളുകയായിരുന്നു. 4 ദിവസം മുൻപ് ഇതേ കോട്ടയിലെത്തിയപ്പോൾ സിയ കേതനെ കൊക്കയിലേക്ക് തള്ളിയിട്ടിരുന്നു. എന്നാൽ ഭാഗ്യം കൊണ്ട് കേതൻ ഒരു കുറ്റിച്ചെടിയിൽ പിടിച്ച് രക്ഷപ്പെട്ടു. അന്ന് അയ്യോ ഞാൻ പാമ്പിനെ കണ്ട് പേടിച്ച് തള്ളിയതാ എന്ന് പറഞ്ഞ് കരഞ്ഞ് കേതനെ അവൾ വിശ്വസിപ്പിച്ചു. സിയയുടെ ജന്മദിനത്തിൽ വീണ്ടും അവർ കോട്ടയിലെത്തി. പാറക്കെട്ടിന്റെ മുകളിൽ വെച്ച് സിയയുടെ നിർബന്ധപ്രകാരം സെൽഫി എടുക്കാൻ കേതൻ തിരിഞ്ഞു നിന്ന നിമിഷം പിന്നാലെ എത്തിയ കാമുകൻ ചേതൻ കയ്യിൽ കരുതിയിരുന്ന കല്ലുകൊണ്ട് കേതന്റെ തലയ്ക്ക് ശക്തിയായി ഇടിച്ചു.
തല കറങ്ങി വീണ കേതനെ ഇരുവരും ചേർന്ന് 400 അടി താഴേക്ക് തള്ളിയിടുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ശ്രമം പരാജയപ്പെട്ടിരുന്നെങ്കിൽ അവർ കാത്തിരുന്ന പ്ലാൻ 3 മഹാബലേശ്വറിൽ വെച്ച് കേതനെ വകവരുത്തുക എന്നതായിരുന്നു. കൊലപാതകത്തിനു ശേഷം ഒന്നും അറിയാത്തതുപോലെ ഇൻസ്റ്റഗ്രാമിൽ ദുഃഖപുത്രിയായി അഭിനയിച്ച സിയയും അവളുടെ കാമുകൻ ചേതനും ഇപ്പോൾ പോലീസിന്റെ ഇരുമ്പഴിക്കുള്ളിലാണ്. ഒരു പെങ്ങളുടെ കൃത്യമായ സംശയവും ബുദ്ധിയുമാണ് സ്നേഹം നടിച്ചു ജീവനെടുത്ത ആ കൊടും കുറ്റവാളികളുടെ മുഖംമൂടി ലോകത്തിനു മുന്നിൽ അഴിച്ചു കാണിച്ചത്.